നമ്മൾ തിരിച്ച് മണിപൂര ചക്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ഹോം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആ ബേസിക് സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ 2 ചക്രവും പറഞ്ഞു. ബേസിക് ചക്രയിൽ നമ്മൾ ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ മെറ്റീരിയൽ ഹോം എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽ ഹോമിൽ നിന്നിട്ട് നമ്മളൊരു ഫാമിലി സിസ്റ്റത്തിനകത്തോട്ട് ഇറങ്ങി ആ ഫാമിലിയെ നമ്മുടെ ഹോമായിട്ടങ്ങ് കണക്കാക്കും. അപ്പോൾ ആ ഹോമിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ നടക്കണം എന്ന് നമുക്ക് നിർബന്ധം വരും. എൻ്റെ വീട്ടിൽ ഞാൻ പറയണത് നടക്കണം, എല്ലാവർക്കും വരും. അങ്ങനെ ഒരു ഹോമിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ അവിടെ ബുദ്ധിമുട്ട് വരും. ഓരോരുത്തർക്കും അനുസരിച്ചതെല്ലാം നടക്കത്തില്ല, കുറച്ച് പേരുടെ നടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സോഷ്യൽ എൻവയോൺമെൻ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ കംഫർട്ടബിൾ സോണായിട്ട് എടുക്കും. ആ കംഫർട്ടബിൾ സോണാണ് നമ്മുടെ ഹോം എന്ന് പറയുന്നത്. ഹോം എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് വെയർ യു ഫീൽ യുവർ സെൽഫ് കംഫർട്ടബിൾ, അറ്റ് ഹോം എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ ആ അറ്റ് ഹോം എക്സ്പീരിയൻസ് ഫാമിലിക്കകത്ത് ചിലപ്പോൾ ഉണ്ടാകത്തില്ല, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ. എന്നുവെച്ചാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം പിന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയണമല്ലോ, അവരുടെ അഭിപ്രായം അങ്ങ് പറയും. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ മേലിൽ നമ്മൾ കുറച്ചങ്ങോട്ട് എക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം ഉണ്ണാൻ വരുമ്പോൾ ഊണ് കിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇടത്തൊക്കെ ഉണ്ട് ഊണ് തള്ളിയാലും മതി, അങ്ങനെയും വരാം. അപ്പോൾ അത് ഫാമിലി, അത് ആദ്യത്തെ ഹോമിൻ്റെ പാർട്ടായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സെക്കൻഡ് ഹോം, തേർഡ് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണത്. ഇൻ്റലക്ച്വലായി നമ്മൾ സിന്തസൈസ് ചെയ്ത് കണ്ടുപിടിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന സംഗതിയെ നമ്മൾ അത്രയും അറ്റാച്ച്ഡായിട്ട് അവിടെയാണ് ഞാൻ കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാകുകയും ആ കംഫർട്ട് സോണിനെ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബേസ് ഇളകി പോയി എന്ന് പറയും. നമ്മുടെ ഹോമിനെ ആക്രമിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ടാണ് അഗ്രഷൻ വരുന്നത്. അതാണ് അതിന് മണിപൂര ചക്രത്തിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഏതാണ് നമ്മുടെ ഒറിജിനൽ ഹോം എന്ന് നമ്മൾ അന്വേഷിക്കും. ഇതാണോ സ്പിരിച്വൽ എക്സ്പ്ലോറേഷൻ? ഇതാണോ എൻ്റെ ഹോം? എൻ്റെ ഈ ഐഡിയോളജി, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുന്നതാണോ എൻ്റെ ഹോം? അതോ ഇത് എൻ്റെ ചില സങ്കല്പങ്ങളും ഭാവനകളും എൻ്റെ ചില അണ്ടർസ്റ്റാൻഡിങ്ങും മാത്രമാണോ എന്നുള്ളത് അറിയണ്ടേ നമുക്ക് തിരിച്ച്. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ചുമ്മാ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കോൺസെപ്റ്റും ബിലീഫ്സും ഐഡിയോളജീസും എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങൾ പലപ്പോഴും ബോറോഡായിരിക്കും. നമുക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും അതെന്താണെന്ന്. പ്രചാരത്തിലുള്ള ഒരു ഐഡിയ ആയിരിക്കും, സീമിംഗ്ലി ഗ്രേറ്റ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ അത് ഉണ്ടാകത്തില്ല, പക്ഷേ അത് വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു ഐഡിയോളജി ആയിരിക്കും. ആ ഐഡിയോളജിയെ നമ്മളങ്ങ് കൺഫേം ചെയ്യും വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇറ്റ് റിയലി മീൻസ്. നമ്മളീ പറയുന്ന എല്ലാ ഐഡിയോളജിയും നമുക്കറിയാം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗാന്ധിയെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കെല്ലാം വായിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പല സ്കീമിൽ പല പൊളിറ്റിക്കൽ ഒന്നും വായിക്കുന്നില്ല. ചുമ്മാ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്നു, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നു, എന്തെങ്കിലുമൊക്കെ വിളിക്കുന്നു. നമുക്കത് അറിയത്തില്ല. പക്ഷേ അതാണ് ബോറോഡ് ഐഡിയാസ് എന്ന് പറയുന്നത്. ബോറോഡ് കോൺസെപ്റ്റ്സ്, ഐഡിയാസ്, ബിലീഫ്സ് എല്ലാം എടുത്ത് വെച്ചിരിക്കുക. നമുക്കറിയത്തില്ല സാധനം. എന്നിട്ട് അത് നമ്മുടെ ഹോമാണെന്ന് സങ്കല്പിക്കുകയാണ്. അറിയാമെങ്കിൽ പിന്നെയും സങ്കല്പിക്കാം. പക്ഷേ അറിഞ്ഞുകൂടാത്ത കാര്യത്തിൽ ഇതാണെന്ന് സാങ്കല്പികമായി ഇങ്ങനെ ആയിരിക്കും എന്ന് ഊഹിച്ചിട്ട് അതിൽ കംഫർട്ടബിളാകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇല്ലാത്ത ഒരു ഹോം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് കുറേ കൂടെ. അങ്ങനെ ചെയ്യും നമ്മൾ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഹോം ഷാറ്റർ ചെയ്യും, അല്ലെങ്കിൽ അതിനെ ആക്രമിക്കപ്പെടുമെന്ന് തോന്നിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും. ഇതെന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ഈ പൊളിറ്റിക്കൽ അരീനയിൽ ഈ ആളുകൾ തമ്മിൽ അടികൂടുന്നു. എല്ലാവരും ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം, ആ കാര്യത്തിൻ്റെ മേൽ അന്യോന്യം കൊല്ലാൻ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ വന്നാൽ കൊല്ലുകയല്ലേ, കൊല്ലാൻ ഒരു കുഴപ്പമില്ല, കൊല്ലാൻ തയ്യാറായിട്ട് നിൽക്കും. അതാണ് ഈ കോൺസെപ്റ്റും ബിലീഫ്സും ഐഡിയോളജീസും നമ്മളിലേക്ക് ഈ പുഷ് ചെയ്തിട്ട് നമ്മുടേതല്ലാത്തൊരു കാര്യം മനസ്സിലാക്കാതെ അറിയാതെ അതാണ് എന്ന് സത്യമാണ് എന്ന് വിചാരിച്ച് അതിനകത്ത് ഇറങ്ങി നിൽക്കുക. ഇതാണ് ബോറോഡ് കോൺസെപ്റ്റ്സ്.
അത് എക്സാമിൻ ചെയ്യേണ്ടിയുണ്ട്. സ്പിരിച്വലായിട്ട് നോക്കുന്ന ഒരാളാണ്, അല്ലാത്തവർക്ക് ആവശ്യമില്ല. പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. ഇത് ഞാൻ പറയണത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, ഇതാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നോക്കുക. അത് എൻ്റെ ബീയിങ്ങിൽ അത് പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കണമല്ലോ. അതാണ് റീഇവാലുവേഷൻ ഓഫ് അവർ കോൺസെപ്റ്റ്. റാഷണലായിട്ടല്ല, അതെൻ്റെ ഫീലിങ്ങിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക. പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഹോം പൊളിഞ്ഞു പോയില്ലേ, എൻ്റെ ഹോം അല്ല അത്. ആരോ പറഞ്ഞതിന് എൻ്റെ ഹോമാണെന്ന് ഞാൻ സ്വപ്നം കൊണ്ടുകൊണ്ട് നടക്കും, അത് കളയേണ്ടി വരും. അങ്ങനെയാണ് റീഇവാലുവേഷൻ ഓഫ് ദ കോൺസെപ്റ്റ്സ്, ബിലീഫ്സ് ആൻഡ് ഐഡിയാസ് ആൻഡ് ഐഡിയോളജീസ്. അത് നോക്കി വരുമ്പോൾ നമുക്ക് അറിയാം പലതും നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളെ ചുമ്മാ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ബോറോഡ് ഐഡിയാസാണ്. അപ്പം പിന്നെ തനതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അതിൽ നിന്ന് തിരിഞ്ഞു വരും. എനിക്ക് തനതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അത് നോക്കുമ്പോൾ അത് കാണാം. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എനിക്കറിയാം അത്. ആ അറിയാവുന്ന കാര്യം നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ലല്ലോ. രണ്ടുപേർക്ക് ഒരേ കാര്യം കാണാൻ പറ്റാത്തത് കൊണ്ട്, രണ്ടുപേർ രണ്ട് കാര്യം കണ്ടതുകൊണ്ട് ഈ കാര്യം അവർക്ക് കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ എന്നുള്ളൊരു സാനിറ്റി നമുക്ക് വരണ്ടേ. ഇവർക്ക് മനസ്സിലാകത്തില്ല. ഇപ്പം അത് വേറെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ മനസ്സിലാകും, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ആളെ. അതുവരെ നമ്മൾ സമാനമായിട്ടിരിക്കേണ്ടി വരും. ആ ഓരോരുത്തരും അവരുടെ ബോറോഡല്ലാത്ത അവർ തന്നെ തനതായി ഉണ്ടാക്കിയിരിക്കുന്ന കോൺസെപ്റ്റുകളെ എക്സാമിൻ ചെയ്യുകയും അതാണോ അവർ കൺഫേം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് റീവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇത് എൻ്റേതാണെന്ന് പറയാൻ പറ്റുന്നത്. അതുവരെ പറയാം, അതുവരെ പറയുന്നതിന് കുഴപ്പമില്ല. ഇത് ഞാനാണെന്ന് പറയുമ്പോൾ പ്രശ്നം വരും. ഞാനാണെന്ന് തോന്നി അവൻ എന്നെ ചലഞ്ച് ചെയ്തെന്ന് എന്നല്ലേ പറയുന്നത്. ഒരു വന്ന് നമ്മുടെ ഒരു ഐഡിയോളജിയെ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് അവൻ വന്ന് എന്നെ ചലഞ്ച് ചെയ്തിട്ട് പോയത് കൊള്ളാമല്ല, അത് നടക്കുമോ? ഞാൻ അവൻ്റെ കഷ്ടപ്പാടുകൾക്ക് അത്രയും സഹായിച്ചിട്ട് നിൽക്കുന്നവനാണ്, എന്നിട്ടാണ് ഇപ്പം വന്നിട്ട് എന്നെ ചീത്തയും വിളിച്ചിട്ട് പോയിരിക്കും. അത് നടക്കില്ല. ഇത് തന്നെ സംഭവം. ഇതാണ് ഇങ്ങനെ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുക, അനുനിമിഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം നടത്തിയിട്ട് നല്ല സമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ പോയി കുറിയടിച്ചിട്ടിങ്ങി പോരും. വേണമെങ്കിൽ ഒന്ന് രണ്ട് തേങ്ങയും കൂടെ അദ്ദേഹത്തിന് വഴിപാടായിട്ട് കൊടുക്കുക. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ കൊണ്ടുവന്ന് ഇടാം. ഞാൻ എന്തുമാത്രം കൊടുത്തെന്നറിയാം. ഇതേ സാധനം അവിടെ പറയാം. ഞാൻ എന്തുമാത്രം ദപാനം കൊണ്ട് ഇനി അയാളുടെ അമ്പലത്തിൽ ഞാൻ പോകത്തേ ഇല്ല. വീട്ടിനകത്ത് കാണിച്ച് അമ്പലത്തിലും പോയി കാണിച്ച് എന്നിട്ട് രണ്ടുപേരെയും തള്ളി പറഞ്ഞിട്ട് ഇപ്പം നിരീശ്വരവാദിയായിട്ട് നടക്കുക. ഒരേ പാറ്റേൺ കണ്ടില്ലേ? ഈ പാറ്റേൺ തന്നെ അതിലും വർക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ വീണ്ടും നോക്കി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് എന്തോ ചേഞ്ച്, ഒരു ചേഞ്ചും ഇല്ല. അമ്പലത്തിൽ പോകും, കാവി ഉടുക്കും, തലക്കെട്ട് കിട്ടും, ഇരുന്ന് മൈക്ക് വെച്ച് വിളിക്കും, ഇതെല്ലാം ചെയ്തു. ഒരു മാറ്റവും വരാതെ ഇങ്ങനെ നടന്നിട്ട് അവസാനമായപ്പോൾ കാലും കൈയും പറഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും മിണ്ടാനും വയ്യ, പറയാനും വയ്യ, കണ്ണുമൊക്കെ മുകളിൽ തള്ളിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആളുകൾ പലതും പറയാണ്, നാക്കനക്കണമെന്നുണ്ട്. നാക്കനങ്ങുന്നില്ല. പറയണമെന്ന് അപ്പോഴും ഉണ്ടേ, നാക്കും അനങ്ങുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ വിചിത്രമായ കാര്യങ്ങൾ അതിൻ്റെ മൈൻഡിൽ വരും. ഇങ്ങനെ കിടക്കല്ലേ മലൊന്നും, ഇങ്ങനെ സ്ഥലമുണ്ടല്ലോ നമുക്ക്. അപ്പം 2-3 ദിവസമൊക്കെ കിടക്കുമ്പോഴേ ഈ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഇവരൊക്കെ തന്നെ ചെയ്തു തരണം, മനസ്സിലാക്കാത്തവർ. അപ്പോൾ അവരാരെങ്കിലും ഏൽപ്പിക്കും. അവൻ അടുത്തോട്ട് വരുമ്പോൾ നമ്മളെ കൊല്ലാൻ വരുന്നതായിട്ട് നമുക്ക് തോന്നി ഹലൂസിനേറ്റ് ചെയ്യുകയാണ്. അപ്പം കാലുമടക്കി അടിക്കാൻ തുടങ്ങും. അവൻ നല്ല ആരും കാണാതെ 2-3 ഇടി തരും. വീട്ടുകാരും കാണില്ല ഇടി നമ്മൾ വാങ്ങിക്കുന്നു, പൈസ കൊടുക്കുകയാണ് അവർ, ഇടി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവ 3-ാമത്തെ ദിവസം അടുത്തോട്ട് വരുമ്പോൾ ചാടി അവനെ അടിക്കാൻ തുടങ്ങും. എണ്ണിക്കാനൊന്നും വയ്യ എങ്കിലും. ഇതൊക്കെ ഞാൻ കണ്ടതാണ്, ഈ ചുറ്റുവട്ടത്തിൽ തന്നെ കണ്ടതാണ്. ഇങ്ങനെയാണ് പോണത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ അവസാനം കൈയും കാലും കൂടെ അനങ്ങാൻ പറ്റാത്ത ഇങ്ങനെ കിടക്കുന്ന വെച്ചോളൂ, ഇങ്ങനെ എത്തിപ്പോയെന്ന് വെച്ചോളൂ. കിടക്കാണ് അങ്ങനെ കിടന്ന് മുതുകൊക്കെ പൊട്ടും. മുതുകൊക്കെ വൈൽഡായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഭയപ്പെടും നമ്മൾ. മുതുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ കാലിൽ നിന്ന് പതുക്കെ ഒരു എറുമ്പ് ഇഴഞ്ഞ് തള്ളവരലിൽ കൂടെ കയറുകയാണ്. ആരും കാണൂല, ചെറിയ പൊടി എറുമ്പാണ്. ശവം തന്നെ എറുമ്പെന്ന് ഇവിടെ തിരുവനന്തപുരത്ത് പറയും. വളരെ ചെറുതാണ്. അപ്പോൾ അതൊരു ചെറിയ എറുമ്പ് കാലിൻ്റെ പെരുവലിൽ കൂടെ മുകളിലോട്ട് കയറുകയാണ്. കാരണം അവിടെ നിന്ന് മറ്റേ നെയ്യുടെ മണം വരുന്നുണ്ട്.
അത് അതെന്ന് അവൻ കയറുമ്പോൾ ഭയങ്കര ഹിമാലയ പർവ്വതം ഉരുണ്ട് ദേഹത്ത് കൂടെ കയറുന്നതായിട്ടാണ് തോന്നുന്നത്. അത്രയ്ക്ക് വെയിറ്റാണ് ഈ ചെറിയ എറുമ്പിന്. ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് കയറിയിട്ടില്ല, മറ്റേ ഇങ്ങനെ കയറിയിരിക്കുമല്ല, അതിനകത്തോട്ട് കയറിയിട്ട് അവൻ ഒരു കടി കടിക്കും. കടിച്ച് പിടിച്ചാൽ അവൻ വിടത്തില്ല. അതല്ലേ പ്രശ്നം. നമ്മുടെ എൻ്റെയൊക്കെയാണ്. ഓരോ മനുഷ്യൻ കാണില്ല, ഇദ്ദേഹം അവിടെ നിന്ന് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലൈഫ് എങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമാണിത്. അവൻ കടിച്ച് പിടിച്ചിട്ടിരിക്കുക. അവൻ്റെ ബാലും അവൻ്റെ ആസനവും കൂടെ തലയും ആസനവും കൂടെ ഒരുമിച്ചായി വളഞ്ഞു നിന്ന് കടിക്കുക. അവൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് ഇങ്ങനെ കടിച്ച് പിടിച്ചിരിക്കുക. നോക്കിയാൽ അറിയാണ്ട് തലയും അവൻ്റെ ബേസും ഒരുമിച്ച് വന്നിരിക്കുക, വളഞ്ഞു നിന്ന് കടിച്ച് പിടിച്ചിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് പറയണമെന്നുണ്ട്, നാക്ക് പൊങ്ങിയിട്ടല്ലേ പറയാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്ന എട് എന്ന് മിണ്ടാനൊന്നും പറ്റത്തില്ല. ഒരു മനുഷ്യനും മനസ്സിലാവില്ല. നമ്മൾ കടിയും കൊണ്ട് അവിടെ കിടക്കും, മനസ്സമാനം തീരെ കാണത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങോട്ട് ദീർഘമായിട്ട് കാണുമ്പോൾ നമുക്ക് ഈ കറക്ഷൻ ആവശ്യമാണ്. ഇവിടെ നമ്മളെ കറക്റ്റ് ചെയ്യാതെ വേറെ വല്ലവനും കറക്റ്റ് ചെയ്യാൻ പോയിട്ട് മൈക്കൊക്കെ വെച്ച് വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. നമ്മളിതിനെ നോക്കിയിട്ട് നമ്മൾ തനിച്ച് കറക്റ്റ് ചെയ്യുക. ഓരോ മൂമെൻറ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുക. ശ്രദ്ധ വേണമെന്ന് പറയുന്നത് അത്രയും ഷാർപ്പായിട്ടുള്ള ശ്രദ്ധയിൽ നിന്നിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾക്കാണ് ബോധം തെളിയുന്നത്. അയാളാണ് സ്പിരിച്വലായിട്ട് നിൽക്കുന്ന അറിഞ്ഞ ഒരു മനുഷ്യൻ. അത് നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. വേറെ ആരും ചെയ്യും, നമുക്ക് വേണ്ടി ആരും ചെയ്യില്ല. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ജന്മം ഒരുപാട് കിടപ്പുണ്ടല്ലോ. അടുത്ത ജന്മത്തെ ആയിക്കോളാം. പോട്ടെന്ന് സാർ, ഇപ്രാവശ്യം ഏതായാലും എന്നെ കൊണ്ടൊന്നും പറ്റില്ല സാറേ, ഇത് വിട്ടു, അടുത്ത പ്രാവശ്യം ഞാൻ ഒപ്പിച്ചോളാം. ഉണ്ട് 60 ലക്ഷം 70 ലക്ഷം 33 കോടി ജന്മങ്ങളുണ്ടെന്ന് പറയുന്നത്. അതിപ്പോൾ അത്ര കിടപ്പുണ്ടല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം പിടിച്ചോളാം. അടുത്ത പ്രാവശ്യം ഇപ്പോൾ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു പോകും. ഇത് തന്നെ പാട്. അപ്പം നേരത്തെ കൊച്ചറപ്പാണ് വന്ന്, ഇപ്പം കട്ടറമ്പ് വരിക. നല്ല സ്റ്റോറിയല്ലേ, നല്ല സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കല്ലറയൊക്കെ കെട്ടി അതിനകത്ത് കയറി ഇരുന്നിട്ട് സമാധി ആയിക്കളയാ. തിരുവനന്തപുരത്ത് വലിയ സംഭവങ്ങളൊക്കെ നടന്നില്ല, കുറേ കാലം കോൺട്രവേഴ്സി ചെയ്തു. അപ്പം അതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഈ സെൽഫ് നോക്കുക. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ നമ്മുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് നമ്മുടെ കോൺസെപ്റ്റ്, ബിലീഫ്സ് ആൻഡ് ഐഡിയോളജീസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹോമാണോ അത് നമ്മളാണോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. മണിപ്പൂര ചക്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്, അതല്ലാതെ ഇത് എൻ്റെ ഹോമൊന്നും അല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഈ അക്സെപ്റ്റൻസ് പോസിബിളായി വരുന്നത്. അതുവരെ എല്ലാ ചലഞ്ചിനെയും റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ചലഞ്ച് ചെയ്ത്. അപ്പോൾ അത് വരും. അത് മക്കളായിരിക്കും, അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി വരുന്ന എഴുത്തുകാരനായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വരും. ആ ചലഞ്ചിൽ കംപ്ലീറ്റ് എക്സ്പോസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് സഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി വരണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാതെ എങ്ങനെ പുറത്തിറങ്ങി വരും? ഇങ്ങനെ വേണം എന്ന് നമ്മളങ്ങ് നിശ്ചയിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുക. നമുക്ക് ശരി, ബാക്കി ചുറ്റും നിൽക്കുന്നവർക്ക് അതൊന്നും ശരിയായിരിക്കത്തില്ല. അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അവരെ ചലഞ്ച് ചെയ്ത് അവരുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ വേണമെന്ന് ഉറപ്പിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്കത് മനസ്സിലാകത്തില്ല. അപ്പോൾ അവരുമായിട്ട് കടിപിടി കൂടി നമ്മൾ ഭയങ്കര ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നൊക്കെ പറയില്ല, അതുപോലെ അതിനകത്ത് ചെന്ന് പെട്ടിട്ട് അതിനകത്ത് എന്നെ കടിച്ച് മുറുകി സർവരെയും വെറുപ്പിച്ച് നിൽക്കുന്ന സൊസൈറ്റിയെ, ഓർഗനൈസേഷനെ, എല്ലാത്തിനെയും വെറുപ്പിച്ചിട്ട് ആരാലും ഇഷ്ടപ്പെടാത്ത ഒരു ജന്തുവായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെന്ത് ചെയ്യും? എല്ലാവരും ഈ കണ്ടീഷനിലൊന്നും തിരിഞ്ഞു നോക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒന്നും നടക്കില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ട് അവിടെ കിടക്കുക. ഓരോ ചക്രത്തിലും അതിൻ്റേതായ റൂട്ടുകൾ കിടപ്പുണ്ട്. ഈ റൂട്ട് നമ്മൾ കാണണം. ഇതാണ് അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഭീകരമായിട്ടൊരു സ്ഥലത്തേക്ക് നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇറക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അലർട്ടായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാതെ പോകാൻ പറ്റത്തില്ല. നമ്മളെ കളിപ്പിക്കാൻ നമുക്ക് ഒക്കത്തില്ല.
നമുക്ക് നമ്മളെ കളിപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ വർക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ മൂന്നാമത്തെ ചക്രത്തിൻ്റെ ഈ സെക്കൻഡ് ഹോം ക്രിയേഷൻ. അവിടെ നിന്ന് താണ്ടി കിട്ടിയാൽ നമ്മൾ ബാലൻസ്ഡായി. കാരണം നമ്മൾ വഴി ആധാരമായി എന്നർത്ഥം. നമുക്ക് വീടില്ല, നമുക്ക് ഫാമിലി ഇല്ല, നമുക്ക് നമ്മളുണ്ടാക്കിയ ഹോം നമുക്കില്ല, നമ്മളൊന്നുമല്ല, നമ്മൾ വെറുതെ എന്തോ ഇങ്ങനെ മറ്റേ എന്തേ എങ്ങനെ എന്ന് പറഞ്ഞൊരു സിനിമ കാണാൻ ചോദിക്കുമല്ലോ, അതേപോലെ അങ്ങോട്ടാണ് എത്തുന്നത്. നല്ല വഴിയൊന്നും അല്ല. ഒന്ന് ഇങ്ങനെ വരും. അപ്പോഴാണ് നമ്മളെ അവധൂതനെന്ന് അവരൊക്കെ പറയും. അത് ആൾ അവധൂതനായിട്ട് കിടക്കണം, കളപ്പുറത്ത് മരത്തിൻ്റെ ചുവട്ടിൽ ചുമ്മാ കിടക്കണം, ആൾ അവധൂതനാണ്, അങ്ങോട്ട് പോകാൻ. അവിടെ കിടക്കുന്ന അങ്ങനെ പോയിട്ട് ഉപദ്രവിക്കാനായിട്ട് എല്ലാം കൂടെ അങ്ങ് ചെല്ലും. ഇവിടെ അടുത്ത സമയം ഉണ്ടായിരുന്നല്ലോ അതുപോലെ. അങ്ങ് ചെല്ലും. അവന് ശ്വാസം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വലിയ ജടാധാരിയാണ് അദ്ദേഹം. കാലറ്റം വരെ ജട നിലത്ത് കിടന്നു ഉരുളും. വലിയ എല്ലാം ജട ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ വലിയൊരു തലയണ പോലെ ആവും. വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അനന്തശയനത്തിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുക. അപ്പോഴാണ് സ്വാമി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് സ്വാമിക്ക് മനസ്സിലാവുമല്ലോ. സ്വാമി എവിടെയൊക്കെ ചുമ കിടക്കും. കിടന്നേ പറഞ്ഞു, സ്വാമി എന്തെങ്കിലും പറ സ്വാമി. സ്വാമിയുടെ ഒരു വാക്ക് കേട്ടാൽ ഞാൻ രക്ഷപ്പെടും മോക്ഷത്തിൽ. ഞാൻ അവിടെയാണ് നിൽക്കുന്നത്, എന്തെങ്കിലും പറയപ്പാ എന്നാ ഞാൻ കേട്ടോണ്ടിരിക്കുക. അസംബന്ധമാണ് സ്വാമി പറഞ്ഞത്, പബ്ലിക്കിൽ പറയാൻ കൊള്ളത്തില്ല. ക്യൂറിയാസിറ്റി ഉണ്ടാക്കാം, എങ്കിൽ പറ, എന്തെങ്കിലും പറയപ്പാ, എന്തെങ്കിലും ഒന്ന് പറയപ്പാ. ഞാൻ എത്ര കാലമായി ഇവിടെ നടക്കുന്നത്, അപ്പാ എന്തെങ്കിലും ഒന്ന് പറയപ്പാ. അപ്പോൾ സ്വാമി കുറച്ച് നേരം ഇങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ ചുമ്മാ കിടന്നു. ഉള്ളിൽ നിന്നൊരു ചെറിയ ചിരി വരുന്നതായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ വീണ്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും പറയപ്പാ, എത്ര കാലമായപ്പാ ഇവിടെ കിടന്ന് ഞാൻ കറങ്ങണം, എന്തെങ്കിലും ഒരു വാക്ക് പറയപ്പാ എന്നാണ്. അവസാനം സ്വാമി പറഞ്ഞു, അതിനെ മാറ്റി പറയാൻ ഞാൻ എന്താ പറയാ, നിനക്കും ഒരു എം അറിഞ്ഞൂടാ, എനിക്കും ഒരു എം അറിഞ്ഞൂടാ, പോടാ എമ്മേന്ന്. സ്വാമി അയ്യ കൊള്ളാമല്ലോ എന്ന് എനിക്ക് തോന്നി. ഇത് തന്നെ കറക്റ്റെന്ന്, ഇത് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. അപ്പോഴത്തേക്ക് കേട്ടോ പറയുന്ന അങ്ങനെ പറയപ്പാ, അങ്ങനെ അത് പറ, ഈ കേട്ടോണ്ട് നാളെ അങ്ങനെ പറയപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കും ആനന്ദമായി, സ്വാമിക്കും ആനന്ദമായി, എനിക്കും ആനന്ദമായി. പിന്നെ അദ്ദേഹം ഊറി തിരിച്ച് വീണ്ടും അങ്കണം. ഇതൊക്കെ നടന്നായിരിക്കും. ഇപ്പോൾ പോയാൽ അദ്ദേഹം ഇല്ല, അവിടെ ആ മരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഓരോ സംഗതികളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന പല വളയങ്ങളുണ്ടല്ലോ, നമുക്ക് ചുറ്റും നമ്മൾ ഈ ആഭരണങ്ങളുണ്ടല്ലോ, ഒരുപാട് ആഭരണങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ നമുക്ക് ഒരു കാരണവശാലും കാണാൻ പറ്റാത്ത രീതിയിൽ മറച്ച് അതിനകത്ത് പതുങ്ങിയിരിക്കുക. നമ്മൾ ഈ ആളിനെ പിടിക്കണം. ഇത് ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ആളിനെ കാണുള്ളൂ. അപ്പോൾ ആ ഐഡൻറ്റിഫൈഡ് സെൽഫ് എന്ന് പറഞ്ഞ് നമ്മളാണെന്ന് ഉദ്ദേശിക്കുന്ന നമ്മളുണ്ടല്ലോ, ദ പേഴ്സൺ ഹൂം യു തിങ്ക് യു ആർ ഈസ് നോട്ട് യു. അത് നമ്മൾ തിരിച്ചറിയുന്ന സമയത്താണ് നമ്മൾ ഈ എംപ്റ്റി ആയിട്ടുള്ള ഈ സ്പേസ് ആണെന്ന് തിരിച്ചറിയുന്നത്. അതിൻ്റെ ബ്രിമ്മിലാണ് ഈ മണിപ്പൂര ചക്രം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും പിന്നെ സമാധാനത്തിൻ്റെ ബാലൻസിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ അനാഹത ചക്രത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഡൗൺവേർഡ് പോയിൻറ്റിങ് ട്രയാങ്കിൾ ഇസ് പ്ലേസ്ഡ് ഓപ്പോസിറ്റ് ടു ആൻ അപ്വേർഡ് പോയിൻറ്റിങ് ട്രയാങ്കിൾ ക്രിയേറ്റിംഗ് ബാലൻസ്.
ഡൗൺവേർഡ് എനർജിയും അപ്വേർഡ് എനർജിയും ബാലൻസ് ചെയ്ത് ഈവനായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി വരികയും ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് വന്നു ചേരുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ ആക്സെപ്റ്റൻസ് വരത്തില്ല. ഇതാണ് ഇതിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. മെയിൻ പോയിൻ്റ് ഓഫ് ദ തേർഡ് ചക്ര.